നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള തീവ്രവാദ സംഘടനയുടെ പട്ടികയിൽ പെടുന്ന ഹമാസിന്റെ മുദ്രാവാക്യമായ ഇന്തിഫാദ കേരള സർവകലാശാല യുവജനോത്സവത്തിനിട്ടത് വിവാദമാകുന്നു. മാർച്ച് 7 മുതൽ 11 വരെ തിരുവനന്തപുരം പാളയമാണ് യുവജനോത്സവത്തിന് വേദിയാകുന്നത്. അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം ഇന്തിഫാദ എന്നാണ് ലോഗോയിൽ കുറിച്ചിട്ടുള്ളത്. ഇന്തിഫാദ എന്ന അറബി വാക്കിന്റെ അർത്ഥം കുടഞ്ഞു കളയുക എന്നാണ്. ഇസ്രായേലിനെതിരെ വിവിധ കാലങ്ങളായി പലസ്തീനിലെ ഹമാസ് നടത്തി വരുന്ന സായുധ പ്രക്ഷോഭങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ഇന്തിഫാദ. ഈ പേര് പൊതുസമൂഹത്തിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന യുവജനോത്സവത്തിന് ഇട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ്. ഇതിനെ മതേതരമായി കാണാനോ വ്യാഖ്യാനിക്കാനോ കഴിയില്ല. ചന്ദ്രയാൻ ലാൻഡ് ചെയ്തത് സ്ഥലത്തിന് ഹൈന്ദവ നാമത്തിലുള്ള പേരിട്ടപ്പോൾ വിമർശിച്ച CPM-കാരാണ് തീവ്രവാദ സംഘടനയുടെ മുദ്രാവാക്യത്തിന്റെ പേര് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന യുവജനോത്സവത്തിന് ഇട്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP-യോ ABVP-യോ പോലും രംഗത്തെത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തോടെ ദേശീയത എന്ന വികാരം കൂടുതൽ ശക്തമായതോടെ CPM അങ്കലാപ്പിലാണ്. പാരമ്പര്യമായി അവരുടെ വോട്ട് ബാങ്കായിരുന്ന ഹൈന്ദവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയുടെ പേരിൽ CPM-നെ തള്ളിക്കളഞ്ഞിരുന്നു. അതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാനുമാണ് നീക്കം. ലീഗിനെ പോലും കൂടെ കൂട്ടാൻ വെപ്രാളം കാണിക്കുന്നത് അതിന്റെ ഭാഗമായാണ്. ഹൈന്ദവ ആചാരങ്ങളെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് CPM പ്രവർത്തകർ പതിവാക്കിയിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ S. അയ്യർ ആറ്റുകാൽ പൊങ്കാലയിട്ട ചിത്രത്തിന് താഴെ CPM-കാരും സുഡാപ്പികളും വന്ന് തെറി അഭിഷേകം നടത്തുകയായിരുന്നു. വിശ്വാസം എന്നത് സ്വകാര്യതയാണ്, അതിലേക്ക് കടന്നു ചെല്ലാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. പൂഞ്ഞാറിൽ ഒരു പാതിരിയെ മർദ്ദിച്ച സംഭവം CPM അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. അതേസമയം പശ്ചിമേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹമാസിനെതിരെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ CPM-ന് പൊള്ളും. ഇതിൽ നഗ്നമായ വർഗീയത എന്നല്ലാതെ എന്താണ് വിളിക്കുക? മുസ്ലിങ്ങളിലേക്ക് പാർട്ടിയെ കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് 2006 മലപ്പുറത്ത് സമ്മേളനം പോലും സംഘടിപ്പിച്ചത്. സുന്നി, സമസ്ത തുടങ്ങിയ മുസ്ലിം സംഘടനകളെ CPM-നോട് അടുപ്പിക്കുന്നതിനാണ് KT ജലീൽ, PV അൻവർ തുടങ്ങിയ അണ്ണന്മാരെ കൂടെ നിർത്തിയിരിക്കുന്നത്. ജലീലിന്റെ കടുത്ത മതബോധ പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും മുഹമ്മദ് റിയാസ് തമ്മിലുള്ള വിവാഹത്തെ മോശമായി ചിത്രീകരിച്ച ലീഗ് നേതാവിനെതിരെ പ്രതികരിക്കാൻ പോലും CPM തയ്യാറായിരുന്നില്ല. ഇതേ സ്ഥാനത്ത് ഏതെങ്കിലും ഹൈന്ദവ സംഘടനാ നേതാക്കളായിരുന്നെങ്കിൽ അയാളെ നെഞ്ചത്ത് കയറിയുന്ന സഖാക്കൾ പൊങ്കാലയിടുമായിരുന്നു. ഈ ഇരട്ടത്താപ്പ് CPM ആരംഭിച്ചിട്ട് ഏറെ കാലമായി. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നാണ് EMS പലവട്ടം പറഞ്ഞിട്ടുള്ളത്. VS അച്യുതാനന്ദനും ലീഗിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയത് മുതലാണ് ലീഗ് സ്നേഹം CPM-ൽ ശക്തമാകുന്നത്. കുഞ്ഞാലിക്കുട്ടിയും പിണറായിയും തമ്മിലെ അന്തർധാരയാണ് ഇതിന് പിന്നിലെ പ്രധാന ഘടകം. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും സംഘവും നടത്തിയ കള്ളപ്പണ ഇടപാടുകളും വ്യാജ അക്കൗണ്ട് വിവരങ്ങളും സഹകരണ വകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് കണ്ടെത്തിയിരുന്നു. അവർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടും അതിൽ അടയിരിക്കുകയാണ്. സംസ്ഥാനത്ത് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് അന്വേഷണം നടത്താതെ അതിനെതിരെ രംഗത്തെത്തിയവരാണ് CPM-കാർ. പള്ളികളിലോ മദ്രസകളിലോ എന്തെങ്കിലും മോശമായ സംഭവങ്ങൾ നടന്നാൽ അത് മൂടിവെക്കാനും ഒതുക്കി തീർക്കാനും ശ്രമിക്കുന്ന CPM നേതാക്കൾ ഹൈന്ദവ സംഘടനകളുടെ കാര്യം വരുമ്പോൾ ആഞ്ഞടിക്കും. ഇത് ഇരട്ടത്താപ്പാണ്. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ ഇക്കാര്യം പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗണപതി വിത്താണെന്ന് പറഞ്ഞ സ്പീക്കറും അത് പലതവണ ആവർത്തിച്ച MV ഗോവിന്ദനും മുസ്ലിം സമുദായങ്ങൾക്കെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല. വിശ്വാസിയാണോ അല്ലയോ എന്ന് വ്യക്തമാക്കാൻ പോലും സ്പീക്കർ A. ഷംസീറിന് ഭയമാണ്. മതവിശ്വാസിയല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതവും ആണെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിച്ഛായ നഷ്ടവും ഭയന്നാണിത്. ക്ഷേത്രത്തിലെ പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയും കൊരട്ടിമുത്തിക്ക് വാഴക്കുല സമർപ്പിക്കുകയും ചെയ്യുന്ന സഖാക്കളുണ്ട് CPM-ൽ. ഇതാണ് വൈരുദ്ധ്യാത്മിക വയറ്റിപ്പിഴപ്പെന്ന് അഡ്വക്കേറ്റ് S. ജയശങ്കറിനെ പോലെയുള്ളവർ പരിഹസിച്ചിട്ടുള്ളത്. BJP-ലേക്ക് കൂടുതൽ ഹൈന്ദവർ പോകുമെന്ന് ഉറപ്പായതോടെയാണ് CPM മുസ്ലിം വിഭാഗത്തെ സ്വാധീനിക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാന ജനസംഖ്യയുടെ 30% മുസ്ലിങ്ങളാണ്. ഭാവിയിൽ അത് 50 ആയാലും അത്ഭുതപ്പെടാനില്ല. ഇത്തരം കണക്ക് കൂട്ടലുകളാണ് CPM-നെ പ്രീണനത്തിലേക്ക് തള്ളിവിടുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം. നിയമം മുസ്ലിം വിരുദ്ധമാണെന്ന് ആക്ഷേപിച്ചായിരുന്നു അത്. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും CPM കോഴിക്കോടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. CIA സമരം, പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം എന്നിവ ശ്രദ്ധിക്കുക. CPM-ന്റെ ഈ പോക്ക് മുസ്ലിം രാജിലേക്കാണ് കേരളത്തിനെ എത്തിക്കുക. അതിൽ ഏറെക്കുറെ അവർ വിജയിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇന്തിഹാദിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ്.